തുടങ്ങിയോ? നമ്മളൊരു ബോട്ടം ഫ്രീസർ ഫ്രിഡ്ജ് കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് ഐറ്റം വരുന്നത്. ഇതോ? പിന്നെ ഇതിന്റെ ഗ്ലാസ്സിലുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ 2 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ 508 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി. പിന്നെ ബോട്ടം ഫ്രീസർ അഡ്വാൻറ്റേജ് എന്താണ് ബോട്ടം ഫ്രീസർ? നമ്മൾ നോർമൽ ഒരു ഗ്ലോ ഫ്രീസറും ബോട്ടം ഫ്രീസറും വ്യത്യാസം. ഗ്ലോ ഫ്രീസറിന്റെ അകത്ത് മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഇപ്പൊ ആൾക്കാർക്ക് പറയുന്നത് ഇതിന്റെ വെജിറ്റബിളിന്റെ താഴെയാണ്. പ്രായമുള്ള ആൾക്കാർക്ക് രണ്ടാമത്തെ വിസിബിലിറ്റി കിട്ടുന്നില്ല വെജിറ്റബിൾ ട്രേക്ക്. പക്ഷെ അതേ സമയത്ത് നമ്മളൊരു ബോട്ടം ഫ്രീസറിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന്റെ വെജിറ്റബിൾ ട്രേ ആണല്ലോ നേരെ ഫ്രിഡ്ജിന്റെ ഈ പോർഷനിൽ വരും. അപ്പൊ നമുക്ക് പ്രായമുള്ള ആൾക്കാർ കുനിയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അക്സസ് കിട്ടും വെജിറ്റബിൾ ട്രേയിൽ. കാരണം ഫ്രീസർ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യത്തില്ല. ഫ്രിഡ്ജ് ആണ് ഫ്രിഡ്ജ് കമ്പാർട്ട് തന്നെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇത് കുനിയാതെ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമുക്ക് ഡയറക്റ്റ് വിസിബിലിറ്റി കിട്ടും. ഇതിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നു കാണാൻ പറ്റും. കാരണം ഫ്രീസറിന്റെ താഴെ ഇത് വെജിറ്റബിളിന്റെ താഴെയാണ് വരുന്നതിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് അടിയിരിക്കുന്നതൊന്നും നമ്മൾ എടുക്കത്തില്ല. ഇത് വെജിറ്റബിൾസ് താഴെ ഇരിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട്. എടുക്കാൻ പറ്റും. അതാണ്. പിന്നെ ഇതിന്റെ ഇത് ബോഷിന്റെ ഒരു ബോട്ടം ഫ്രീസർ ആയിരുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് ഇതിൽ ഗ്ലാസ് ഫിനിഷ് ആകുന്നത്. ഇതൊരു ബോഷിന്റെ ഒരു പ്രീമിയം ക്വാളിറ്റി സെഗ്മെന്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് കസ്റ്റമർക്ക് സൈഡ് ബൈ സൈഡ് ഉണ്ട്. ഒരു 600 ലിറ്റർ ആണെന്ന് പറയുന്നത് സൈഡ് ബൈ സൈഡ് തന്നെയാണ് പറയുന്നത്. അതല്ല ഫ്രീസർ ടോപ്പ് ഫ്രീസറും അല്ലെങ്കിൽ ബോട്ടം ഫ്രീസർ ടൈപ്പ് ആണ് നോക്കുന്നതിൽ ഈ ഒരു ഓപ്ഷനാണ്. ഇത് ഗ്ലാസ് ആണ് വരുന്നത്. ഒരു പ്രീമിയം കാറ്റഗറി ആണ് വരുന്നത്. ഫുള്ളി ബ്ലാക്ക് ആണ്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ തന്നെ ഒരു പ്രീമിയം ഓണായി കഴിഞ്ഞാലാണ് ഡിസ്പ്ലേ കറക്റ്റ് ആയിട്ട് കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും വെച്ച ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കിയാൽ ഇത്രയും വെച്ചാൽ കാണത്തുള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് വരുന്നത് വൈഫൈ വരുന്നതാണ്. വൈഫൈ കൺവെർട്ടബിൾ ആണ്. കൺവെർട്ടബിൾ ടൈപ്പ് ആണ്. വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിന്റെ ഫ്രിഡ്ജ് ആക്കാവുന്ന ടൈപ്പ് യൂസ് ചെയ്യാം. വൈഫൈ വരുന്നുണ്ട്. പിന്നെ ഇതിന് കപ്പാസിറ്റി വരുന്നത് 508 ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ വരുന്നത് ജ്യൂസർ ആണ് വരുന്നത്. പിന്നെ ഇത് ഇമ്പോർട്ടഡ് ഫ്രിഡ്ജ് ആണ്. ഇന്ത്യൻ അല്ല, ടർക്കിഷ് മെയ്ഡ് ഇമ്പോർട്ടഡ്. പിന്നെ സർവീസിന്റെ കാര്യത്തിലൊക്കെ പേടിയാണ്. ബോഷിന്റെ തന്നെ ഓതറൈസ് സർവീസ് സെന്റർ സർവീസ് സെന്ററിൽ തന്നെയാണ് വരുന്നത്. ഒരു കാര്യം അറിയാൻ മേലത്രക്ക് പറഞ്ഞുതരാം. ബോഷിൽ മാത്രമേ ഉള്ളൂ ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ കറക്റ്റ് 48 അവേഴ്സ് ഉണ്ടല്ലോ. ബോഷിന്റെ ഈ ഫ്രിഡ്ജ് മാത്രമല്ല ഏതായാലും 48 അവേഴ്സ് ഉണ്ടെങ്കിലും ടെക്നീഷ്യന്മാർ അറ്റൻഡ് ചെയ്തിരിക്കും. അത് നല്ല അറിവുള്ള ടെക്നീഷ്യന്മാരായിരിക്കും അതറിയുക. പിന്നെ വേറെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ഇതിന്റെ ഈ ഫ്രിഡ്ജിന്റെ അകത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 4 സെൽഫ് വരുന്നുണ്ട്. അതായത് ഡോറിൽ 4 സെൽഫ് വരുന്നുണ്ട്. അത് ഈ ഒരു പോർഷൻ ആണല്ലോ നമുക്ക് മെയിൻ ഒരു പ്രശ്നമാണ്. ഒരു ചെറിയൊരു ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡോർ ഷെയ്ക്ക് ആവാനാണ് ചാൻസ്. ഇത് ചിലപ്പോൾ മറഞ്ഞു ഈ ഒരു ഹോൾഡറിന് ഇടയ്ക്ക് വെക്കുവാണെങ്കിൽ അത് അനങ്ങാതിരുന്നോ മറഞ്ഞു പോവോ. ഈ പിള്ളേരൊക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ മറഞ്ഞു പോകാതെ ഇരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ബോട്ടിലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2 ലിറ്ററിന്റെ 2 ബോട്ടിൽ നമുക്ക് ഇങ്ങനെ ചെരിച്ചു വെക്കാം. ഇവിടെ ഇത് എടുത്ത് മാറ്റാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഇവിടെ വെക്കാം. ഇവിടെ വെക്കാം. ഫിക്സ് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. പിന്നെ വരുന്നത് വേറെ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു പോർഷൻ. ഇത് വെജിറ്റബിൾ ട്രേ അല്ലേ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ആൻഡ് മീറ്റ് എഴുതിയിട്ടാണ്. ഫിഷ് ആൻഡ് മീറ്റ് നമ്മൾ 0 ഡിഗ്രിയിലാണ് നമുക്ക് ഇതിന്റെ അകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഐസ് കട്ട പിടിക്കത്തില്ല. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മൾ ഇന്ന് കുറച്ച് മീൻ കഴിക്കും. നമ്മൾ പുറത്ത് പോയി അപ്പൊ നമുക്ക് രാവിലെ കറി വെക്കാം. സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫ്രീസർ വെച്ച് എന്താ സംഭവിച്ചത്? അത് ഐസ് കട്ട പിടിക്കും. അതേ സമയത്ത് നമുക്ക് അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഐസ് കട്ട പിടിക്കത്തില്ല. ഫ്രഷ് ആയിട്ടിരിക്കും. 24 അവേഴ്സ് വരെ ഫ്രഷ് ആയിട്ടിരിക്കും. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു നോബ് ഈ ഒരു നോബ് നമ്മൾ മേലോട്ട് 0 ഡിഗ്രിയിലോട്ട് മാറ്റാം. എന്നിട്ട് വേണം ഇതിന്റെ അകത്ത് വെക്കാൻ. അപ്പൊ ഇത് രണ്ടെണ്ണത്തിനത് പറ്റും. രണ്ടെണ്ണത്തിനും പറ്റും. അപ്പൊ ഇത്രയും സ്റ്റോറേജ് നമുക്ക് ഇത് വരുന്നു. ഇൻ കേസ് നമുക്ക് നോർമൽ ഫ്രിഡ്ജിലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നോർമലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് വരുന്നത് ഇതിന്റെ വെജിറ്റബിൾ ട്രേ വരുന്നത്. സാധനങ്ങളെല്ലാം കാണുകയും ചെയ്യാം. നല്ല ക്വാണ്ടിറ്റി അത് കൊണ്ടുപോകും. അതല്ല ഇതിന്റെ ഡിസൈൻ കണ്ടോ? നോർമൽ ഒരു ഫ്രിഡ്ജിനെ അപേക്ഷിച്ചിട്ട് ബോഷിന്റെ എല്ലാ ഫ്രിഡ്ജിലും പാറ്റാണ് ഈ ഒരു വേവ് ഡിസൈൻ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലാണെങ്കിൽ എയർ സർക്കുലേഷൻ ഉണ്ടാകത്തില്ല. പക്ഷെ ഇതിന്റെ അകത്ത് വെക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇതിന്റെ അടിയിൽ കൂടെ എയർ സർക്കുലേഷൻ ഉണ്ടാകും. അങ്ങനെ പോകില്ലേ? അപ്പം വെജിറ്റബിൾസിന് കൂടുതൽ ലൈഫ് കിട്ടും.
പിന്നെ ഇതിനകത്ത് വേറൊന്നാണ് ഇതിന്റെ ഹ്യൂമിഡിറ്റി കൺട്രോൾ. നമുക്ക് സിമ്പിൾ ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഇത് കണ്ടോ, ഇതില് ഇതുണ്ട്. ഇവിടെ നമുക്ക് ഇൻഡിക്കേഷൻ ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് ഫോർ ഫ്രൂട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്വിച്ചിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിക്സ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പൊ അതിനുള്ള ഹ്യൂമിഡിറ്റി ഇവിടെ വരുത്താം. ഇതാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിന് മാത്രമായിട്ട് കിട്ടുകയും ചെയ്യും. അതെ, അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ വരുന്നത് ഇതിന്റെ ഫ്രീസർ ആണ്. സ്റ്റോറേജ് വരുന്നുണ്ട്, നല്ല സ്റ്റോറേജ് വരുന്നത്. ഇതുണ്ട്, ഇതാണ് ഇതിന്റെ ഐസ് ബോക്സ് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. താഴത്ത് ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടം ഫ്രീസർ നിലവിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ വരുന്നത് ഒരു കാര്യം നമ്മൾ പറയാൻ പറ്റും, ഇതിന്റെ ഹൈറ്റ് വരുന്നത് 193 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 70 സെന്റിമീറ്റർ വീതി വരുന്നത്. ഇതിന്റെ ഡെപ്ത് വരുന്നത് 80 സെന്റിമീറ്റർ ആണ്. അത് ഉള്ളിലോട്ടാണ് സ്പേസ് കൂടുതൽ വരുന്നത്. ഡെപ്ത് കൂടുതലാണ്, കാരണം വീതിയുള്ള സ്ഥലങ്ങൾ കുറവായിരിക്കും. ഇപ്പൊ മിറ്റി വരുന്നു. ഹൈറ്റ് പ്രശ്നമില്ല, വിത്തായിരിക്കും പ്രശ്നം വരുന്നത്. അപ്പൊ ഇതൊരു കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഫ്രിഡ്ജിന്റെ, അത് പറയാൻ വിട്ടുപോയതാണ്. ഇതിന്റെ ഡോറ് റിവേഴ്സബിൾ ആണ്. നമുക്ക് ചില കസ്റ്റമേഴ്സിനൊക്കെ പറയും ഡോറ് തുറക്കും തട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഗ്ലാസ് ആണ് പൊട്ടുമെന്നുള്ള പേടി. അപ്പൊ അതിനൊരു പരിഹാരമാണ് ഈ ഡോറ് നമുക്ക് തിരിച്ച് ഇപ്പുറത്ത് വെക്കാം, ഇപ്പുറത്തോട്ട് മാറ്റി വെക്കും. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഇത് ഓപ്പണിങ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ഡോറ് ഈ സൈഡിലോട്ട് ഓപ്പണിങ് ആക്കാം. അതായത് ഡോറ് ഊരി എടുത്തിട്ട് ഇവിടെ ഇപ്പുറത്തോട്ട് വെക്കാം. അത് കമ്പനിയിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കമ്പനിയിൽ നിന്ന് ടെക്നീഷ്യൻ വന്നിട്ട് അത് ഫിക്സ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഓപ്പണിങ് ആക്കാൻ പറ്റും. ഇതിന്റെ ഫ്രിഡ്ജിന്റെ ഡോറ് മാറ്റാൻ പറ്റും, ഫ്രീസറെ മാറ്റാൻ പറ്റും. റിവേഴ്സിബിൾ ഡോർ എന്നാ പറയുന്നത്. ബാക്കിയുള്ള ഒരു ഫ്രിഡ്ജ് നോക്കുവാണെങ്കിൽ വിട്ട് കൂടുതൽ ഇതുണ്ട്. അപ്പം ഹൈറ്റ് എത്ര ഇല്ല പോലും വിത്താണ് എല്ലാവർക്കും പ്രശ്നം. അപ്പൊ ഇവിടെ വിത്ത് കുറവാണ്, പക്ഷെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. ഹൈറ്റ് ചിലർക്ക് പ്രശ്നം വരത്തില്ല. പിന്നെ ഇതിന് വാറന്റി വരുന്നത് 1 ഇയർ ആണ്. എല്ലാ ഫ്രിഡ്ജിന്റെ 1 ഇയർ ആണ് വരുന്നത്. 10 ഇയർ അതിന് കംപ്രസർ വാറന്റി ഉണ്ടാവും. ഇതാണ് വരുന്നത്. അപ്പൊ ഒരു പ്രീമിയം സെഗ്മെന്റിൽ ഒരു ബോട്ടം ഫ്രീസർ കപ്പാസിറ്റി കൂടുതൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഫ്രിഡ്ജ് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന്റെ ഗ്ലാസ് എല്ലാവർക്കും ഒരു കൺസേൺ ആണ്, ഗ്ലാസ്സിലെ ഫിംഗർ പ്രിന്റ് വരും. ശരിയാ, ഫിംഗർ പ്രിന്റ് വരും, എല്ലാ ഗ്ലാസ്സിലും വരും. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പത്ര പേപ്പർ ജസ്റ്റ് നനച്ച് നിട്ട് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ലൈഫ് ടൈം ഇവിടെ ഒന്നും തുരുമ്പിക്കാതിരിക്കുകയും ചെയ്യും. മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒക്കെയാണ് തുരുമ്പി. അതാണ് ഇതിന്റെ പ്രത്യേകത. ഗ്ലാസ് ആണ് നല്ലത്, ക്വാളിറ്റി. പിന്നെ നമ്മള് ഈ പ്രൈസ് വിട്ട് പോയാൽ പറഞ്ഞല്ലോ. അതെ അതെ, പ്രൈസ് നമ്മൾ കൊടുക്കുക 82,000 രൂപയ്ക്ക് കൊടുക്കുക. പിന്നെ കൂടാതെ ക്രെഡിറ്റ് കാർഡ് ഓഫർ വേറെ ഉണ്ട്. പിന്നെ അതല്ല, ഈ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് ഷോപ്പ് വരുന്നവരാണെങ്കിൽ നമുക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ. പിന്നെ ഫൈൻഡ് അപ്പ് ചെയ്താലേ പിന്നെ അടുത്തൊരു വീഡിയോ പിന്നെ വരാം.